ചിത്രാംഗത എന്ന സുന്ദരിയെ കണ്ട് അർജുനന്റെ മനസ്സ് ഇളകുന്നു. ആ രാജ്യത്തിലേക്ക് അദ്ദേഹം ആ രാജാവിനെ കാണാനായി ചെന്നു. ആ മുതലയെ വലിച്ച് കരയിലിട്ടപ്പോൾ ആ മുതല പെട്ടെന്ന് ഒരു സുന്ദരിയുടെ രൂപം പ്രാപിച്ചു. സുഭദ്ര എന്ന സുന്ദരിയെക്കുറിച്ച് അർജുനൻ കേൾക്കുന്നു. അത് മറ്റാരുമല്ല, തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ സഹോദര തുല്യനായ കൃഷ്ണന്റെ സഹോദരിയാണ് എന്ന് അർജുനൻ തിരിച്ചറിയുന്നു. കൃഷ്ണനും അർജുനനും കൂടി ചേർന്ന് സുഭദ്രയെ വിവാഹം കഴിക്കാനുള്ള പദ്ധതികൾ, തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുന്നു. നമസ്കാരം. മഹാഭാരത പര്യടനത്തിലേക്കും ജസ്റ്റ് ഡീകോഡ് ചാനലിലേക്കും സ്വാഗതം. അർജുനൻ തീർത്ഥാടനത്തിനിറങ്ങി ഉലൂബി എന്ന നാഗകന്യകയെ വിവാഹം ചെയ്ത കഥയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയത്. ഈ നാഗകന്യക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നാഗങ്ങൾ തന്നെ ആകണം എന്നൊന്നുമില്ല കേട്ടോ. നാഗഗോത്രത്തിൽപ്പെട്ടവരും ആകാം, അങ്ങനെയും പലരും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അത് കഴിഞ്ഞ് അർജുനൻ മറ്റൊരു സ്ഥലത്തേക്കാണ് ചെല്ലുന്നത്. മണലൂരപുരം എന്ന ഒരു രാജ്യത്തിലേക്കാണ് ചെല്ലുന്നത്. കലിംഗ രാജ്യത്തിനടുത്തുള്ള മണലൂരപുരം. അവിടെ ചിത്രാംഗത എന്ന യുവതിയെ കണ്ട് അർജുനന് ഇഷ്ടപ്പെടുന്നു. അവിടുത്തെ രാജാവിന്റെ, ചിത്രാംഗതന്റെ മകൾ ആണ് ചിത്രാംഗത. ആ യുവതിയെ കണ്ട് അർജുനന് ഇഷ്ടപ്പെടുന്നു. അവളെ വിവാഹം കഴിച്ചു തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഒരു തവണ ബ്രഹ്മചര്യം ലംഘിച്ചത് കൊണ്ടാവാം ഇത്തവണ അർജുനന് അതിൽ വിമുഖതയൊന്നും തോന്നുന്നില്ല. അങ്ങനെ രാജാവ് പക്ഷേ ഒരു വ്യവസ്ഥ വയ്ക്കുന്നു. വിവാഹശേഷം അവൾ തൻ്റെ നാട്ടിൽ തന്നെ താമസിക്കും. ഇവിടെ മറ്റ് രാജാക്കന്മാരാരുമില്ല, അല്ലെങ്കിൽ കുമാരന്മാരാരുമില്ല. അതുകൊണ്ട് തൻ്റെ രാജ്യം ഭരിച്ചുകൊണ്ട് അവൾ തൻ്റെ നാട്ടിൽ തന്നെ താമസിക്കും എന്നൊരു വ്യവസ്ഥ രാജാവ് വെക്കുന്നു. അങ്ങനെ ഒരു വ്യവസ്ഥ വെക്കാമല്ലോ, കന്യകയുടെ അച്ഛന് കന്യാശുൽക്കം ഏർപ്പെടുത്താം. അപ്രകാരം അർജുനൻ ആ വ്യവസ്ഥ സമ്മതിച്ചുകൊണ്ട് ചിത്രാംഗതയെ വിവാഹം ചെയ്യുന്നു. ആ വിവാഹത്തിൽ ഒരു മകൻ ഉണ്ടാകുന്നുണ്ട്. ബഭ്രുവാഹനൻ എന്നാണ് ആ മകന്റെ പേര്. ആ മകൻ പിന്നീട് അർജുനനെ കൊല്ലുന്ന ഭാഗമുണ്ട്. അത് പിന്നീട് പറയാം. അത് വളരെ സ്തോഭജനകമായ ഒരു ഭാഗമാണത്. ഏതായാലും ആ മകൻ ഉണ്ടാകുന്നു. അവിടെ നിന്ന് അർജുനൻ ചിത്രാംഗതയെ, മകൻ ഉണ്ടായിക്കഴിഞ്ഞു, ചിത്രാംഗതയെ ഉപേക്ഷിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ചിത്രാംഗതയെ പിരിഞ്ഞുകൊണ്ട് അർജുനൻ അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവുകയാണ് ഉണ്ടായത്. അത് അങ്ങനെ സഞ്ചരിച്ച് ഒടുവിൽ ദക്ഷിണ സമുദ്രത്തിൽ എത്തിച്ചേരുന്നു. അവിടെ 5 സരസ്സുകളുണ്ട്, 5 തടാകങ്ങളുണ്ട്. ഈ തടാകങ്ങളിൽ പുണ്യതീർത്ഥങ്ങളാണ്. അഗസ്ത്യ സരസ് എന്നൊക്കെ പറഞ്ഞ 5 തടാകങ്ങളാണ് അവിടെ ഉള്ളത്. ആ തടാകങ്ങളിൽ ആരും ഇറങ്ങി കുളിക്കുന്നില്ല. ഇതിന്റെ കാരണം അന്വേഷിച്ചപ്പോൾ ഒരു മുനി പറഞ്ഞു, ഈ തടാകങ്ങളിൽ 5 തടാകങ്ങളിലായി 5 മുതലകൾ താമസിക്കുന്നുണ്ട്. അവിടെ ഇറങ്ങുന്നവരെ ആ മുതലകൾ പിടിച്ചു തിന്നുന്നു. ഇത് കാരണമാണ് ഈ പുണ്യ സരസ്സുകളായ, പുണ്യ തടാകങ്ങളായ ഈ തടാകങ്ങളെ ആളുകൾ ഉപേക്ഷിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു. ഇത് കേട്ട അർജുനൻ ആ മുതലകളെ വകവരുത്താൻ തീരുമാനിക്കുന്നു. അർജുനൻ ഒരു സരസിൽ ഇറങ്ങുന്നു. അവിടെ നിന്ന് ഒരു മുതല അർജുനന്റെ കാലിൽ പിടിക്കുന്നു. ഇയാൾ ഇതിനെ ബലാത്കാരമായി വലിച്ച് മുകളിൽ കയറ്റുന്നു. മുകളിൽ കയറിയപ്പോൾ അത്ഭുതമെന്ന് പറയട്ടെ, ആ മുതല രൂപം മാറി ഒരു സുന്ദരിയായ അപ്സരസായി മാറുന്നു. ആ അപ്സരസ് പറയുന്നു, ഞങ്ങൾ ദേവലോകത്തിലെ അപ്സരസുകളാണ്. ഒരിക്കൽ ഒരു മഹർഷി, ഒരു ബ്രാഹ്മണനായ ഒരു മഹർഷി തപസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ 5 സുന്ദരിമാരും കൂടി ചേർന്ന് ആ മഹർഷിയെ മയക്കാനുള്ള വിദ്യയൊക്കെ പ്രയോഗിച്ചു നോക്കി. പക്ഷെ ഞങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും ആട്ടവും പാട്ടവും ഒക്കെ ആയി ആ മഹർഷിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടും ആ മഹർഷി കുലുങ്ങിയില്ല. ഒടുവിൽ ദേഷ്യം വന്ന അദ്ദേഹം ഞങ്ങളെ ശപിച്ചു. നിങ്ങൾ എൻ്റെ തപസ് മുടക്കാൻ ശ്രമിക്കുന്നത് കാരണം നിങ്ങൾ 5 പേരും മുതലകളായി പോകട്ടെ എന്നായിരുന്നു ആ ശാപം. ഞങ്ങൾക്ക് വലിയ വിഷമം തോന്നി. സുന്ദരമായ ഞങ്ങളുടെ രൂപം നഷ്ടപ്പെട്ടു മുതലകളായി തീരുന്നതിൽ വിഷമം തോന്നി. ഞങ്ങൾ ആ മഹർഷിയുടെ കാല് പിടിച്ച് അപേക്ഷിച്ചു. അപ്പോൾ ആ മഹർഷി ഞങ്ങൾക്ക് ശാപമോക്ഷം തന്നു. ഭാവിയിൽ അർജുനൻ എന്ന കൗരവൻ ഇവിടെ വരും. അവൻ നിങ്ങളെ തീർച്ചയായിട്ടും ഈ ഇതിൽ നിന്ന് രക്ഷിക്കും. അവൻ നിങ്ങളെ കരയിൽ കയറ്റുമ്പോൾ, ഈ വെള്ളത്തിൽ നിന്ന് പിടിച്ച് നിങ്ങൾ മുതലകളായ നിങ്ങളെ കരയിൽ കയറ്റുമ്പോൾ നിങ്ങൾക്ക് ശാപമോക്ഷം ലഭിച്ച് നിങ്ങളുടെ പഴയ രൂപം തിരിച്ചു കിട്ടും എന്ന് പറയുകയുണ്ടായി. അത് പ്രകാരമാണ് അങ്ങ് എന്നെ കരയിൽ കയറ്റിയപ്പോൾ എനിക്ക് ശാപമോക്ഷം ലഭിച്ചത്. ഇനി എൻ്റെ 4 സുഹൃത്തുക്കളായ സുന്ദരികൾ തൊട്ടടുത്തുണ്ട്. അവരെ കൂടി ഇത് പ്രകാരം അങ്ങ് ശാപമോക്ഷം നൽകണമേ എന്ന് അഭ്യർത്ഥിച്ചു. ആ സുന്ദരിയുടെ അപേക്ഷ കൈക്കൊണ്ട അർജുനൻ മറ്റ് 4 സരസ്സുകളിലും ഇറങ്ങി ഇതുപോലെ 4 മുതലകളെയും വലിച്ച് കരക്കിട്ട്
ആ 4 പേർക്കും ശാപമോക്ഷം നൽകുകയുണ്ടായി. അത് കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും തീർത്ഥയാത്ര നടത്തി, ഗോകർണത്തെത്തി. അവിടെ നിന്നൊക്കെ അങ്ങനെ യാത്ര ചെയ്ത് ഒടുവിൽ രൈവതക പർവ്വതത്തിന് സമീപത്തെത്തുന്നു. രൈവതക പർവ്വതം ദ്വാരകയ്ക്ക് സമീപത്താണ്. അവിടെ കൃഷ്ണനും ബലരാമനും ഒക്കെ വന്നിട്ടുണ്ട്. അവിടെ നിന്ന് സുന്ദരിയായ സുഭദ്രയെ പറ്റി അർജുനൻ കേൾക്കാൻ ഇടയാകുന്നു. കൃഷ്ണന്റെ സഹോദരിയാണ്, കൃഷ്ണൻ ആത്മമിത്രമാണ്. അപ്പോൾ കൃഷ്ണന്റെ സഹോദരിയായ സുഭദ്രയുടെ സൗന്ദര്യത്തെക്കുറിച്ച്, ഗുണഗണങ്ങളെക്കുറിച്ച് അദ്ദേഹം അവിടെ വെച്ച് കേൾക്കാൻ ഇടയാകുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇത് വലിയ വിവാദം ഉണ്ടാക്കിയ ഒരു വിവാഹമാണ്. ആ വിവാഹത്തിന്റെ കാര്യത്തിലേക്ക് എത്തുന്നത് വളരെ വളരെ ഗൂഢാലോചന നടത്തിയിട്ടാണ്. കൃഷ്ണനും അർജുനനും കൂടിയുള്ള ഗൂഢാലോചന നടത്തിയാണ് ആ വിവാഹത്തിലേക്ക് എത്തുന്നത്. അർജുനൻ ചിന്തിക്കുന്നു, എങ്ങനെയാണ് സുഭദ്രയെ സ്വായത്തമാക്കാൻ സാധിക്കുക? കൃഷ്ണനോട് തന്നെ ചോദിക്കാം. കൃഷ്ണനാണ് സുഭദ്രയുടെ, അല്ലെങ്കിൽ കൃഷ്ണന്റെ സഹോദരിയാണല്ലോ. അതുകൊണ്ട് തന്നെ അർജുനൻ കൃഷ്ണനെ സമീപിക്കുന്നു. കൃഷ്ണനോട് പറയുന്നു, എനിക്കിങ്ങനെ സുഭദ്രയെ വിവാഹം കഴിച്ചാൽ കൊള്ളാം എന്ന് ആഗ്രഹമുണ്ട് എന്ന് പറയുന്നു. കൃഷ്ണൻ പറയുന്നു, അത് അത്ര എളുപ്പം നടക്കുന്ന കാര്യമല്ല. കാരണം ജ്യേഷ്ഠനായ ബലഭദ്രൻ സുഭദ്രയെ ദുര്യോധനന് നൽകണം എന്നൊരു മനസ്സിൽ ആഗ്രഹം കൊണ്ടു നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എളുപ്പം നടക്കുന്ന ഒരു കാര്യമല്ല ഇത്. അതിന് കുറച്ചുകൂടി തക്കം പാർത്ത് അവളെ ബലാത്കാരമായോ മറ്റോ തട്ടിക്കൊണ്ടുപോകേണ്ടിയിരിക്കുന്നു എന്ന് കൃഷ്ണൻ പറയുന്നുണ്ട്. അതിനുള്ള പദ്ധതി ഇവർ ചേർന്ന് ഒരുക്കുന്നു. അർജുനനും കൃഷ്ണനും കൂടി ഒരു കൗശലം പ്രയോഗിക്കാൻ തീരുമാനിക്കുന്നു. അതിനു മുൻപായി അർജുനൻ ജ്യേഷ്ഠനായ ധർമ്മപുത്രരുടെ സമ്മതം വാങ്ങാൻ, അനുജ്ഞ വാങ്ങാൻ ഒരാളെ പറഞ്ഞയക്കുന്നുണ്ട്. ഒരു ദൂതനെ പറഞ്ഞയച്ച് താൻ ഇങ്ങനെ സുഭദ്രയെ വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെന്നും അതിന് അനുജ്ഞ നൽകണം എന്നും അഭ്യർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ മറ്റ് 2 വിവാഹങ്ങളിലും അങ്ങനെ ഒരു അനുജ്ഞ വാങ്ങിയതായി കാണാൻ കഴിയില്ല. പക്ഷെ ഇത് ഒരുപക്ഷെ കൃഷ്ണനുമായിട്ടുള്ള ഒരു ബന്ധമായതുകൊണ്ടും, അല്ലെങ്കിൽ ബലരാമന്റെ സഹോദരിയെ വിവാഹം കഴിക്കുന്നത് കൊണ്ടും ആകാം ഇത്തരം ഒരു അനുജ്ഞ വാങ്ങാനായി ശ്രമിച്ചത്. ഏതായാലും യുധിഷ്ഠിരൻ അതിന് അനുജ്ഞ നൽകുന്നുണ്ട്. അങ്ങനെ ഇവർ ഒരു തന്ത്രം പ്രയോഗിക്കുന്നു. കൃഷ്ണൻ പറയുന്നുണ്ട്, ബലരാമനെ നേരെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ പ്രയാസമാണ്, അതുകൊണ്ട് ഒരു തന്ത്രം പ്രയോഗിക്കാം. അർജുനൻ സന്യാസിയുടെ വേഷം ധരിക്കാൻ പറയുന്നു. അങ്ങനെ സന്യാസിയുടെ വേഷം ധരിച്ച് ദ്വാരകയിൽ എത്തിച്ചേരുന്നു. ഈ ദ്വാരകയിൽ എത്തിച്ചേരുന്ന സന്യാസിയായ അർജുനനെ ബലരാമൻ വളരെ ഭംഗിയായി സ്വീകരിക്കുന്നു. അർജുനൻ പറയുന്നു, തനിക്ക് ചാതുർമാസ്യ വ്രതമാണ്, സന്യാസിമാർ അനുഷ്ഠിക്കുന്ന ഒരു വ്രതമാണ് ചാതുർമാസ്യ വ്രതം. ആ ചാതുർമാസ്യ വ്രതം അനുഷ്ഠിക്കാൻ താൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് ബലരാമനോട് പറയുന്നു. ബലരാമൻ പറയുന്നു, അങ്ങനെയാണെങ്കിൽ സുഭദ്രയുടെ കൊട്ടാരത്തിനടുത്തുള്ള മനോഹരമായ ഒരു പൂന്തോട്ടത്തിനടുത്ത് അങ്ങേക്ക് വ്രതത്തിനായിട്ടുള്ള സൗകര്യം ഒരുക്കി തരാം എന്ന് പറയുന്നു. കൃഷ്ണൻ പറയുന്നു, എനിക്കിത് സമ്മതമല്ല. കാരണം യുവതികൾ താമസിക്കുന്ന ഒരു കൊട്ടാരമാണ്. ആ കൊട്ടാരത്തിനടുത്ത് ഇങ്ങനെ ഒരു സന്യാസികളിലും പല തരക്കാരുണ്ടാവും. അപ്പോൾ അന്നേ അത്തരം ആൾക്കാരുണ്ട് എന്ന് അർത്ഥം. സന്യാസിമാരിലും പല തരക്കാരുണ്ടാവും. അതുകൊണ്ട് തനിക്കിത് സമ്മതമല്ല, പക്ഷേ ജ്യേഷ്ഠൻ പറഞ്ഞതുകൊണ്ട് താൻ സമ്മതിക്കാം എന്നായി കൃഷ്ണൻ. കൃഷ്ണന്റെ തന്ത്രം എപ്പോഴും അങ്ങനെയാണ്. കാരണം ബലരാമനെ ഒന്ന് പുകഴ്ത്തി കൊടുത്താൽ, അല്ലെങ്കിൽ ബലരാമനാണ് വലിയ ആൾ എന്ന് പറഞ്ഞാൽ പുള്ളി എന്തും ചെയ്യും. പണ്ട് യമുനയോട് ഗതിമാറി ഒഴുകാനൊക്കെ ആജ്ഞാപിച്ച ആളാണ് ബലരാമൻ. ഏതായാലും ഒന്ന് പുകഴ്ത്തിയാൽ ബലരാമൻ ചെയ്യും എന്നറിയാം. കൃഷ്ണൻ പറയുന്നു, തനിക്കിത് സമ്മതമല്ല. അപ്പോൾ കൃഷ്ണന് സമ്മതമല്ല എങ്കിൽ ബലരാമൻ ഒന്നുകൂടി ഒരു ഈഗോ വർദ്ധിക്കും. ഏതായാലും ബലരാമൻ അർജുനനെ അവിടെ തന്നെ താമസിപ്പിക്കുന്നു. പരിചരണത്തിനായിട്ട് സുഭദ്രയെ ഏർപ്പെടുത്തുകയും ചെയ്യുന്നു. രോഗി ഇച്ഛിച്ചതും പാല്, വൈദ്യൻ കൽപ്പിച്ചതും പാല് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. സുഭദ്രയെ അടുത്ത് കണ്ട് അർജുനന് തൻ്റെ ഇംഗിതം അറിയിക്കാൻ സാധിക്കുന്നു. സുഭദ്രയ്ക്കും അർജുനനോട് വലിയ ഇഷ്ടം തോന്നുന്നു. കാരണം ഇഷ്ടക്കേട് ഉണ്ടാകാനുള്ള കാരണമൊന്നുമില്ല. തൻ്റെ ജ്യേഷ്ഠന്റെ അടുത്ത സുഹൃത്താണ്, വില്ലാളി വീരനാണ്. ലോകത്തിൽ ഇതുപോലുള്ളൊരു വില്ലാളി വീരനില്ല. അരോഗ ദൃഢഗാത്രനാണ്, സുന്ദരനാണ്. ഇതൊക്കെ കൊണ്ട് തന്നെ സുഭദ്രയ്ക്കും അർജുനനോട് ഇഷ്ടം തോന്നുന്നു. ജസ്റ്റ് ഡീകോഡ് എന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. മഹാഭാരതത്തിന്റെ തുടർന്നുള്ള എപ്പിസോഡുകൾ കേൾക്കുക. നന്ദി, നമസ്കാരം.